ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഏത്തക്ക എരിശ്ശേരിയാണ്. പഴയകാലം എൻ്റെ ചെറുപ്പത്തിലൊക്കെയാണിത് ഞാൻ ഒരുപാട് കഴിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ വളരെ റെയറായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ കഞ്ഞിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയ ഒരു ഡിഷാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ്ങിലോ കഞ്ഞി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു നല്ല ടേസ്റ്റ് ആയിട്ടൊരു ഡിഷാണ്. ഞാൻ അതിന് വേണ്ടി 2 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. 2 ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണമെങ്കിൽ ചേർക്കണ്ട. ചിലർക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമല്ല എരിശ്ശേരിക്ക് പ്രത്യേകിച്ച്, അപ്പോൾ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പകുതി കുഞ്ഞുള്ളി അരയ്ക്കാനും പകുതി കുഞ്ഞുള്ളി ലാസ്റ്റിൽ കടുക് വറക്കാനുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്കായി ഒരു പ്രഷർ കുക്കറിനകത്താണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പ്രഷർ കുക്കർ ചെയ്യണമെന്ന് പ്രത്യേകിച്ച് കമ്പൽസറി ഒന്നുമല്ല, നിങ്ങൾക്ക് സാധാരണ പാത്രത്തിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. പ്രഷർ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. ഒരു പ്രഷർ കുക്കറിനകത്തേക്ക് ശകലം ഉപ്പും ഇട്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഏത്തയ്ക്കയെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. ചൂടാക്കണമെന്ന് നിയമമില്ല, നിങ്ങൾക്ക് വെറുതെ ആയിട്ട് വേവിച്ചാലും മതി. പിന്നെ നല്ല ടേസ്റ്റാണ് ചൂടാക്കി കഴിയുമ്പോൾ. എന്നിട്ട് അതിനകത്തേക്ക് ഏത്തയ്ക്ക വേവാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ച് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് 1-2 സീറ്റി വന്നാൽ മതി. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പകുതി തേങ്ങ അരയ്ക്കാനും പകുതി തേങ്ങ വറുത്തിടാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അരമുറി തേങ്ങയുടെ. അതിനുശേഷം നമ്മൾ ആ കുഞ്ഞുള്ളിയുടെ പകുതി കുഞ്ഞുള്ളിയും ആ പച്ചമുളകും പകുതി പച്ചമുളകും തേങ്ങയും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് അരച്ചെടുക്കുക. നന്നായിട്ടൊന്ന് അരച്ച്, ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, നന്നായിട്ട് ഇതിനകത്തൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ പ്രഷർ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കായ ഒന്ന് ഉടച്ചെടുക്കുക, അരങ്ങി ഉടച്ചെടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. 1-2 സീറ്റ് അടിച്ചാൽ മതി, നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അതിനെ ഒന്ന് ഉടച്ചെടുക്കുക. നമുക്ക് നന്നായിട്ട് നമുക്കറിയാം അത് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ശകലം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരം വെച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. നിങ്ങൾ കിട്ടുന്ന ഏത്തയ്ക്കായും ഏത് സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതിനനുസരിച്ച് കിട്ടുന്ന ഏത്തയ്ക്കായി പലതിനും പല വേവായിരിക്കും. കൃത്യമായിട്ട് 2 സീറ്റി 3 സീറ്റി നമുക്ക് പറയാൻ പോകത്തില്ല. വെന്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ശകലം നേരം തുറന്ന് വെച്ച് വേവിക്കുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്കിട്ട് ഒന്ന് വേവാൻ അനുവദിക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം വഴറ്റിയപ്പോൾ ശകലം ഉപ്പിട്ടായിരുന്നു. വീണ്ടും ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ അരപ്പ് ശകലം നേരം ഒന്ന് വേവാൻ അനുവദിക്കുക. വെന്ത് കൊഴുക്കും. ഒരു 1-2 മിനിറ്റ് വെച്ചാൽ മതി, ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല. അതിനുശേഷം ഒരു പാനിനകത്തേക്ക് ശകലം വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്ത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക്, കറിവേപ്പിലയും നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന കുഞ്ഞുള്ളിയുടെ പകുതിയും കൂട്ടി നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കുക. ശകലം അരിയും കൂടി ഇടാൻ ഇഷ്ടമുള്ളവർക്കാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അരിയും കൂടെ കടുക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന്
കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന തേങ്ങയുടെ പകുതിയും ഇട്ടിട്ട് തേങ്ങ ഒരുപാടങ്ങ് വറുത്ത് കോരണ്ട, ഒന്ന് ചെറുതായിട്ട് ചൂടായി, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൻ്റെ പുറമൊന്ന് ചെറുതായിട്ട് കരിഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ തിളച്ച് നല്ല കൊഴുത്തിരിക്കുന്ന എരിശ്ശേരിക്കകത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.